Okay, good morning. ഇന്നലെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. സോ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ, തിയറി പോർഷൻ അല്ല, ഇന്നലെ എടുത്തതിന്റെ പ്രോബ്ലം പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മൾ ഇന്നലെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിന്റെ ഡക്ടൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണ്, അതിന്റെ ഓരോ റീജിയനും എന്താണ് കാണിക്കുന്നത്, ഓരോ പോയിന്റ്, ഒരു ലോഡ് കൊടുക്കുമ്പോൾ ആ ഒരു മെറ്റീരിയലിന് ഉണ്ടാകുന്ന കംപ്ലീറ്റ് ബിഹേവിയർ നമുക്ക് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ? ഇത് നമ്മൾ ഡക്ടൈൽ മെറ്റീരിയലിന്റെ, ഒരു സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമ്മളിവിടെ നോക്കിയത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി വേറൊരു ഗ്രാഫ് കാണിച്ചു തരാം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നോക്കൂ, ഇതും ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഗ്രീൻ കളറിൽ കാണുന്നത് നമുക്കറിയാം ഡക്ടൈൽ മെറ്റീരിയലിന്റെ ആണ്, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ? ഇതിന്റെ കംപ്ലീറ്റ് ബിഹേവിയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചു നോക്കിയേ. ബ്രിട്ടിൽ മെറ്റീരിയൽ മീൻസ് ഗ്ലാസ് പോലെയുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ്, അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കൂ. ഒരു ലീനിയർ ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ, സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? ഓരോ ലോഡ് കൊടുക്കുമ്പോൾ ഓരോ പോയിന്റിനും സംഭവിക്കുന്നത് എന്താണ്, ബിഹേവിയർ എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡക്ടൈൽ മെറ്റീരിയലിന്റെ കേസിൽ മാത്രമാണ്. പിന്നെ സ്ട്രോങ് മെറ്റീരിയൽ വിച്ച് ഈസ് നോട്ട് ഡക്ടൈൽ, സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ഡക്ടൈൽ അല്ല, അങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ ഗ്രാഫാണിത്. അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ഈ രീതിയിലായിരിക്കും. ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക് മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയൽ, ഡക്ടൈൽ മെറ്റീരിയൽ, ഈ മൂന്ന് കാര്യങ്ങളും കൂടെ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് കൂടെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻ കേസ് ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആയിരുന്നു. എന്നാൽ ഇൻ കേസ് ഓഫ് ഡക്ടൈൽ മെറ്റീരിയൽ, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് yield stress by working stress ആണ് അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, a steel rod of 25 mm diameter and 6000 mm height is subjected to an axial pull of 40 kN. Find the intensity of stress, strain and elongation of rod. Take E is equal to 2 into 10⁵ Newton per mm square. Okay, അതായത് നമുക്കൊരു സ്റ്റീൽ റോഡ് തന്നിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ 25 mm ആണ്, അതിന്റെ ലെങ്ത് 6000 mm ആണ്. അതുപോലെ തന്നെ അതിലൊരു ആക്സിയൽ പുൾ, ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട് 40 kN. നമുക്ക് അതിന് 40,000 ന്യൂട്ടൺ എന്ന് എഴുതാം. എന്നിട്ട് അവിടുത്തെ ഇയും തന്നിട്ടുണ്ട് 2 into 10⁵ Newton per mm square. ഇത്രയാണ് തന്നിട്ടുള്ള ഡാറ്റാസ്. നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എഫ്, അതായത് സ്ട്രെസ്. സ്ട്രെസ് കണ്ടുപിടിക്കണം. എങ്ങനെ സ്ട്രെസ് കണ്ടുപിടിക്കുക? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് ബൈ ഏരിയ ചെയ്താൽ മതി അല്ലെ? ലോഡ് എന്ന് പറയുന്നത് പി ആണല്ലോ, 40,000 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സ്റ്റീൽ റോഡ് ഓഫ് 25 mm ഡയമീറ്റർ, അതായത് അതൊരു സർക്കുലർ സെക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ π/4 d² എടുക്കുക. എന്നിട്ട് പി ബൈ എ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്ട്രെയിൻ, റേറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സ്ട്രെയിൻ. സ്ട്രെയിൻ എങ്ങനെ, നമുക്ക് സ്ട്രെയിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? യങ്സ് മോഡുലസ് ഇ അറിയാം, 2 into 10⁵ ആണെന്ന് അറിയാം. സോ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന് നമ്മൾ ഹുക്സ് ലോയിൽ പഠിച്ചില്ലേ? അപ്പൊ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിൻ കിട്ടും. എന്നിട്ട് പിന്നെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ എൽ, ദാറ്റ് ഈസ് എത്ര ഇലോങ്ങേഷൻ സംഭവിച്ചു. ആക്സിയൽ പുള്ളാണ് കൊടുക്കുന്നത്, അപ്പൊ ഇലോങ്ങേഷൻ സംഭവിക്കും. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? പി എൽ ബൈ എ ചെയ്താൽ മതി അല്ലെ? പി അറിയാം, എൽ അറിയാം, ഡിവൈഡ് ബൈ എ ഇൻറ്റു ഇ ചെയ്താൽ മതി. അപ്പൊ നോക്കാം, നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം.
ക്രോസ് സെക്ഷണൽ ഏരിയ A is equal to pi by 4 d square. Pi by 4 into d എത്ര 25 square. അപ്പോൾ 490.87 mm square അത് കിട്ടി. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടി, ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടി. ഓക്കെ, then stress intensity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ axial force divided by sectional area ആണ് P by A. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 divided by 490.87 40,000 ആണ്, is equal to 81.5 Newton per mm square എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി സ്ട്രെയിൻ ആണെങ്കിലോ, സ്ട്രെയിൻ നമുക്കറിയാം യങ്സ് മോഡുലസ് E is equal to stress by strain ആണ്. സോ യങ്സ് മോഡുലസ് E strain is equal to stress by യങ്സ് മോഡുലസ് എന്ന് ചെയ്താൽ മതി. ആൻസർ എന്ത് വന്നു? അപ്പൊ സ്ട്രെസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ, 81.5 ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട് 2 into 10⁵. സോ ആൻസർ ഈസ് 40.75 into 10⁻⁻5. സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടാവുമോ? സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടാവുമോ? സ്ട്രെയിൻ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ അല്ലെ. അതായത് ലീനിയർ സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, ഒറിജിനൽ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. മീറ്റർ ബൈ മീറ്റർ കട്ട് ചെയ്ത് പോകും അല്ലെ. സോ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ഇനി സ്ട്രെയിന് കൊണ്ടുപോയി യൂണിറ്റ് എഴുതി വെക്കരുത്, സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി നമ്മളിത് കാണാൻ പറയുന്നത് ഇലോങ്ങേഷൻ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിനിന്റെ ഇക്വേഷൻ, ഇത് ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് സ്ട്രെയിനിന്റെ ഇക്വേഷനിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് ഡെൽറ്റയിൽ നമുക്ക് കണ്ടുപിടിക്കാം. സ്ട്രെയിൻ നമുക്ക് കിട്ടിയല്ലോ, അത് ഇൻറ്റു ലെങ്ത് ചെയ്താൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. സോ ആൻസർ ഈസ് 40.75 into 10⁻⁵ into ഒറിജിനൽ ലെങ്ത് എത്രയാ 6000 mm. സോ ആൻസർ ഈസ് 2.445 mm. ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PL/AE കൊടുത്തിട്ടും ചെയ്യാം. അതുകൊണ്ടാണ് ഓർ ഇട്ടിട്ട് PL/AE is equal to 40,000 into 6,000 divided by area into E. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെയിം ആൻസർ തന്നെ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സെയിം പ്രോബ്ലം വാല്യൂസ് മാറിയിട്ട് ഡയമീറ്ററും ലെങ്ത്തും അതുപോലെ ആക്സിയൽ പുള്ളൊക്കെ മാറിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ലോഡ് തന്നു, ഡയമീറ്റർ തന്നു കഴിഞ്ഞാൽ സ്ട്രെസ് കണ്ടുപിടിക്കാം, ലോഡ് ബൈ ഏരിയ ചെയ്താൽ മതി. പിന്നെ സ്ട്രെയിൻ കാണാനായിട്ട് നമുക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ടാവും, സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു, സോ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പിന്നെ ചേഞ്ച് ഇൻ ലെങ്ത് കാണാനായിട്ട് ഒന്നില്ലെങ്കിൽ PL/AE കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ചെയ്താൽ മതി. കാരണം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ക്ലിയർ ആയോ ഈ പ്രോബ്ലം? ഇത് സ്റ്റാർ ചെയ്ത് വെച്ചോളൂ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഡയമെൻഷൻസ്, അതായത് ഈ വാല്യൂസ് എല്ലാം മാറിയിട്ട് വേറെ വാല്യൂസ് തന്നുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്താൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അയച്ചു തന്നിട്ടില്ല, ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എ ഷോർട്ട് ടിമ്പർ പോസ്റ്റ് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ has one side of section twice the other. When it is loaded axially with a 10 kN load, it shortens by 0.052 mm per meter length. E for timber is equal to 0.15 into 10⁵ Newton per mm square. Okay. Calculate the sectional dimensions of the post. നമുക്ക് ഒരു ടിമ്പർ പോസ്റ്റ് ഉണ്ട്, റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ഓക്കെ, അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റു സൈഡിന്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സൈഡ് നമ്മൾ A ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റു സൈഡ് എന്ന് പറയുന്നത് 2A ആയിരിക്കും. ഒരു സൈഡിന്റെ ട്വൈസ് ആണ് അടുത്ത സൈഡ്. അത് ലോഡ് ചെയ്തിട്ടുണ്ട്, 10 kN ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്ത് സംഭവിച്ചു? അത് ചെറുതായി, അപ്പൊ കംപ്രഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ചെറുതായി, എത്ര ചെറുതായി? 0.052 mm. അതായത് ചേഞ്ചിങ് ലെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഡെൽറ്റ എൽ ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 0.052 mm എന്ന് പറയുന്നത്. എന്നിട്ട് ടിമ്പറിന്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് സെക്ഷണൽ ഡയമെൻഷൻസ്. അതായത് A കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, Aയും Bയും. അതായത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ തന്നിട്ടുള്ളത് A into B ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ടിമ്പർ പീസ് എടുത്ത് അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് അല്ലെ. ഇങ്ങനെ ഒരു ടിമ്പർ പോസ്റ്റ് ആണ്. അപ്പൊ ഇത് A
ആണെങ്കിൽ ഇത് 2a ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അങ്ങനെ തന്നെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് a ഇൻറ്റു 2a 2a സ്ക്വയർ എന്ന് കിട്ടില്ലേ അല്ലെ. അതായത് ലെങ്ത് നമ്മൾ a ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് നമ്മൾ 2a ആയിട്ട് എടുത്തു. ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുത്തു, a ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് 2a ഇങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, 2a സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ PL/AE ആണെന്ന് നമുക്കറിയാം. ഇക്വേഷൻ നമുക്കറിയുന്ന കാര്യം. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL/AE. അതിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ പുള്ളാണ്, നമുക്ക് തന്നിട്ടുണ്ട് 10 കിലോ ന്യൂട്ടൺ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 കിലോ ന്യൂട്ടൺ. സോ 10 ഈ വാല്യൂ. ഇനി ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടോ, ലെങ്ത്തിന്റെ വാല്യൂ യെസ്, ഇവിടെ നോക്കൂ. When it is loaded axially with a 10 kilonewton load, it shortens by 0.052 mm per meter length. ഒരു മീറ്റർ ലെങ്ത്തിൽ ഷോർട്ടൻസ് സംഭവിക്കുന്നത് 0.052 mm ആണ്. സോ നമുക്ക് അതിന്റെ ലെങ്ത് പെർ മീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞ കാരണം നമുക്ക് ലെങ്ത് 1 ആയിട്ട് എടുക്കാം. ലെങ്ത് ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ പോസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ, അതായത് 1000 mm എന്ന് എടുക്കാം കേട്ടോ. ലെങ്ത് 1000 mm എന്ന് എടുക്കാം. ഓക്കെ, അപ്പോ ലെങ്ത് ആയി. ഇനി ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചു 2a സ്ക്വയർ. ഈ നമുക്ക് തന്നിട്ടുണ്ട് 0.15 ഇൻറ്റു 10⁵5. ഓക്കെ, ഏരിയ നമുക്ക് 2a സ്ക്വയർ എന്നേ അറിയുള്ളൂ. അതുപോലെ ഡെൽറ്റ എൽ നമുക്കറിയാം 0.052. അപ്പൊ ഈ വാല്യൂവിന് നമ്മൾ 0.052 എന്ന് കൊടുക്കുന്നു. പിക്ക് നമ്മൾ 10 കിലോ ന്യൂട്ടൺ, അതായത് 10 ഇൻറ്റു 10⁵3 10,000 എത്ര ന്യൂട്ടൺ എന്ന് വരും. ലെങ്ത് നമ്മൾ 1000 mm എന്ന് കൊടുക്കുന്നു. ഇയുടെ വാല്യൂ 0.15 ഇൻറ്റു 10⁵5 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എ വാല്യൂ കിട്ടുമല്ലോ അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എ വാല്യൂ കണ്ടില്ലേ, എ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് PL/E ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് കിട്ടും. പി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയാണ് പി, ഇത് ലെങ്ത് അല്ലെ. അതുപോലെ ഇ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.15 ഇൻറ്റു 10⁵5. അതുപോലെ ഡെൽറ്റ എൽ നമുക്കറിയാം 0.052. ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടും. 12,820 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഏരിയയിലാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, ഏരിയ എന്ന് പറയുന്നതാണ് 2a സ്ക്വയർ എന്ന് കിട്ടിയിട്ടുള്ളത്. ഏരിയ ആണ് 12820 എന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഏരിയ നമ്മളിവിടെ എന്തെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 2a സ്ക്വയർ എന്നാണ് അല്ലെ. 2a സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12820 എന്നതിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിച്ചൂടെ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ വാല്യൂ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2a സ്ക്വയറിനെ ഇക്വേറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് എ കണ്ടുപിടിച്ചു. അപ്പൊ ഒരു സൈഡ് നമുക്കറിയാം എ ആണെങ്കിൽ അടുത്ത സൈഡ് എത്രയാണ്, 2a ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എ നമുക്ക് വാല്യൂ എത്ര കിട്ടി, 80 mm എന്ന് കിട്ടി. സോ ഇത് 80 ആണ് എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എത്രയായിരിക്കും, 2 ഇൻറ്റു 80 160 എന്ന് വരും. അപ്പൊ നമ്മൾ എല്ലാ ഡയമെൻഷൻസും കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, എന്താ ചെയ്തത്, ജസ്റ്റ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL/AE എ കണ്ടുപിടിച്ചു. എ എന്ന് പറഞ്ഞ 2a സ്ക്വയർ ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് എ കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. A hollow steel column of external diameter 300 mm has to support an axial load of 2500 kilonewton. ഹോളോ സ്റ്റീൽ കോൾ ആണ് കേട്ടോ. ഹോളോ അതായത് ഉൾഭാഗം ഹോളോ ആണ്, വേക്കന്റ് ആണ്. അതിന്റെ എക്സ്റ്റേണൽ പുറമേയുള്ള ഡയമീറ്റർ ആണ് 300 mm. അതിലേക്ക് ഒരു ലോഡ് വരുന്നുണ്ട്, 2500 kilonewton ലോഡ് വരുന്നുണ്ട്. If the ultimate stress for the steel column is 480 Newton per mm square. Stress തന്നിട്ടുണ്ട്. Find the internal diameter of the column. Take factor of safety as 4. Okay. അപ്പോൾ നമുക്കറിയാം
തന്നിട്ടുള്ള അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് 480 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് നമുക്ക് 480 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, നമുക്ക് സേഫ് വർക്കിംഗ് സ്ട്രെസ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻ ഇല്ലേ, ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലെ. അപ്പൊ ഇതിലെ അൾട്ടിമേറ്റ് സ്ട്രെസ് നമുക്ക് 480 എന്ന് തന്നിട്ടുണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്കിംഗ് സ്ട്രെസ് അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്ന കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് വർക്കിംഗ് സ്ട്രെസ് അല്ലേ, വർക്കിംഗ് സ്ട്രെസ് അല്ലേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് 480/4 ചെയ്തപ്പോൾ 120 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ചെയ്യുന്ന നമ്മൾ സാധാരണ ലോഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന എഫ് 120 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ സാധാരണ നമ്മൾ ഇതിനെ എഫിന് നമ്മൾ എന്തെന്ന് എഴുതാറ്, ലോഡ് ബൈ ഏരിയ പി ബൈ ഏരിയ എന്നാണ് എഴുതാറുള്ളത് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 120. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചത്, കാരണം പി തന്നിട്ടുണ്ടല്ലോ 2500 കിലോ ന്യൂട്ടൺ. അപ്പൊ 2500 ഇൻറ്റു 10 ക്യൂബ്, കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് അതിനെ മാറ്റാനായിട്ട് 10 ക്യൂബ് ഡിവൈഡഡ് ബൈ എ ഇസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും നമുക്ക് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എ കാണാനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ട് എ കാണാനായിട്ട് 2500 ഇൻറ്റു 10 ക്യൂബ് ഡിവൈഡഡ് ബൈ 120 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, ഏരിയ കിട്ടി. നമ്മളിത് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാണ്, എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഹോളോ സ്റ്റീൽ കോളമാണ്, ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പുറമേയുള്ള ഡയമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, എത്ര, എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് 300 എന്ന് പറയുന്നത്. 300 mm ആണ്, യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല, mm ആണ്. കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഡയമെൻഷൻ എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഉള്ളിലുള്ള ഡയമീറ്റർ ഇല്ലേ, ദിസ് വൺ, ഈ ഗ്രീൻ കളറിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നമുക്കിപ്പോ എന്തൊക്കെ കിട്ടി, ഏരിയ കിട്ടി അല്ലെ, നമുക്ക് ഏരിയ അറിയാനായിട്ട് സാധിക്കും. അപ്പോ നോക്കൂ, ഹോളോ സർക്കുലർ സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, π/4 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി സ്ക്വയർ, π/4 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. ഹോളോ സർക്കുലർ സെക്ഷൻ അല്ലേ, അതായത് നമുക്ക് ഈ പോർഷൻ മാത്രം മതി, ഞാൻ ഈ ഹാച്ച് ചെയ്യുന്ന ഈ ഒരു പോർഷൻ മാത്രം മതി നമുക്ക്, ഗ്രീൻ കളറിൽ ഹാച്ച് ചെയ്തത്. ഈ ഉൾഭാഗത്തുള്ള ഈ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ അത് വേക്കന്റ് ആണ്, അപ്പൊ അത് മൈനസ് ചെയ്ത് കളയല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് π/4 ഡി സ്ക്വയർ, ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ എന്ന് കൊടുത്തത്. ഓക്കെ, ഇത് നമുക്ക് ക്യാപിറ്റൽ ഡി സ്ക്വയർ അറിയാം 300 ആണെന്ന് അറിയാം, ക്യാപിറ്റൽ ഡി 300 ആണ് എന്നറിയാം. π/4 ഇൻറ്റു 300 സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ. എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിൽ നിന്ന് സ്മോൾ ഡി, ടോട്ടൽ ഏരിയ നമുക്കറിയാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്, നമ്മള് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്തപ്പോൾ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് കിട്ടി അല്ലെ. അപ്പൊ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P/A ആണെന്നറിയാം, അതിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അപ്പൊ ഹോളോ സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് സ്മോൾ ഡി സ്ക്വയർ ആണ്. അങ്ങനെയാണ് നമുക്ക് π/4 ഇൻറ്റു ക്യാപിറ്റൽ ഡി സ്ക്വയർ 300 ആണ്, സ്മോൾ ഡി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ റിലേഷനിൽ നിന്ന് സ്മോളുടെ ഡി സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്. ഈ റിലേഷനിൽ നിന്ന് സ്മോൾ ഡി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ അത് ഇന്റേണൽ ഡയമീറ്റർ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ, എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക, തന്നിട്ടുള്ള കാര്യം കണ്ടുപിടിക്കേണ്ട കാര്യത്തിനെ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് നോക്കുക, പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ, നാലാമത്തെ പ്രോബ്ലം ആണ്.
A brass bar having a cross-sectional area 1000 mm square is subjected to axial forces as shown in figure. Find the total change in length of bar. Take EB means Young's modulus of brass is equal to 100 kilonewton per mm square. നമുക്കൊരു ബ്രാസിന്റെ ഈ ഒരു രീതിയിലുള്ള ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതിനെ ABCD എന്ന് പറഞ്ഞ് നമ്മളൊരു 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ടെൻസൈൽ ആണ് എന്നുണ്ടെങ്കിൽ ചിലയിടത്ത് കംപ്രഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഈ ഒരു ലോഡ് ഇതുപോലെ ആക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ബാറിൽ ഉണ്ടാകുന്ന ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? ഇവിടെ എന്ത് ടോട്ടൽ ചേഞ്ച് എന്തോരം സംഭവിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, PL/AE. അത് പല ക്രോസ് സെക്ഷൻ ഉള്ളതാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് പഠിച്ചിട്ടുള്ളത്? ഒന്നാമത്തേതിന്റെ ഡെൽറ്റ എൽ പ്ലസ് രണ്ടാമത്തതിന്റെ ഡെൽറ്റ എൽ പ്ലസ് മൂന്നാമത്തതിന്റെ ഡെൽറ്റ എൽ, അങ്ങനെയല്ലേ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളത്? ഓക്കെ. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒന്നാമത്തെ ഫിഗറിൽ ഇതിനെ 1 2 3 ഇങ്ങനെ 3 ഭാഗമായിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ ഫിഗർ ഒന്ന് എടുത്ത് നോക്കൂ. അതിൽ ലോഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഒരു 50 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇങ്ങോട്ട് ഒരു 50 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് അവിടെ ഒരു 80 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ നോക്കുക, ഡയറോ മാർക്ക് നോക്കുക, 80 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 20 കിലോന്യൂട്ടന്റെ എഫക്ട് അവിടെ വരും, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ -20 എന്ന് വരും. ഓക്കെ. 80 ഇങ്ങോട്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ മൈനസ് എടുക്കണം ഈ ഒരു ഭാഗം നോക്കുമ്പോ. ഓക്കെ. ഇനി 10 എങ്ങനെയാണ്? 10 ഈസ് അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ -10. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? 50 കിലോന്യൂട്ടൺ എന്ന ആൻസർ വരും. അങ്ങനെയാണ് നമ്മുടെ ഈ ഫിഗറിനെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു ഫിഗർ ഇല്ലേ, ഒന്നാമത്തെ ഫിഗർ നമ്മൾ അതുപോലെയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഫിഗർ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നോക്കൂ, സെക്കൻഡ് ഫിഗർ ഇതാണ് അല്ലെ. ആ സെക്കൻഡ് ഫിഗർ എടുത്ത് വരച്ചേ. ഇതാണ് സെക്കൻഡ് ഫിഗർ. അതില് ഈ ഒരു ഭാഗം മാത്രം, അതായത് ഈ ഒരു എൻഡ് എടുത്ത് നോക്കൂ. ഈ ഒരു എൻഡ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു 80 ഉണ്ട്, ഇങ്ങോട്ട് ഒരു 50 ഉണ്ട്. ഓക്കെ. ക്ലിയർ ആയോ? ആരോ മാർക്ക് ശരിയല്ലേ? ഇങ്ങോട്ടുള്ളത് 80, അതുപോലെ ഇത് 50 ആണ്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? 50 മൈനസ് 80 എന്ന് എഴുതാം. ഓക്കെ. അതായത് ഒരു നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടും ഈ ഭാഗത്തേത് ഇങ്ങോട്ടും ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ്, അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം. നമ്മൾ ഇങ്ങനെയാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്, ടെൻസൈൽ ഡയറക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഈ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, ഈ ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്, അതുപോലെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണ്. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫിഗർ ഇതാണ്. രണ്ടാമത്തെ ഫിഗറിൽ ഇങ്ങോട്ട് 80 ഉണ്ട്, ഇങ്ങോട്ട് 50 ഉണ്ട്. സോ ഇവിടെ എന്തെന്ന് വന്നു? 50 മൈനസ് 80. 50 മൈനസ് 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഈക്വൽ ടു -30 ആണ് അല്ലെ. -30 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഏരോ മാർക്ക് ഇങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി. നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ്, മൈനസ് വാല്യൂ വന്നില്ലേ. സോ നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ.
അപ്പൊ നമ്മുടെ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തു. ഇനി ഈ ഭാഗം നോക്കൂ. ഈ ഭാഗത്ത് എന്തൊക്കെയാണത്? എന്തൊക്കെ ആക്ട് ചെയ്യുന്നത്? ഒരു ഇങ്ങോട്ട് ഒരു 20 ഉണ്ട്, അതുപോലെ ഇങ്ങോട്ട് തന്നെ ഒരു 10 ഉണ്ട്. സോ 20 മൈനസ് ആണ്, 10 മൈനസ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? -30 എന്ന് കിട്ടി. അതും അപ്പൊ ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് എടുക്കണം. ക്ലിയർ ആയോ? എങ്ങനെയാ വന്നതെന്ന്? നമ്മൾ ഐഡിയൽ ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ? നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതെല്ലാം മൈനസ് ആയതുകൊണ്ടാണ് ഇപ്പോ ആരോ മാർക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സെക്കൻഡ് ഫിഗർ. ഇനി തേർഡ് ഫിഗർ എടുത്ത് നോക്കൂ. തേർഡ് ഫിഗർ ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ? അതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു 20 ഉണ്ട് അല്ലെ? ഇങ്ങോട്ട് ഒരു 80 ഉണ്ട്, അതുപോലെ ഇങ്ങോട്ട് ഒരു 50 ഉണ്ട്. സോ അവിടെ 50 നമുക്ക് പ്ലസ് ആണ് അല്ലെ? ഫിഫ്റ്റി നമുക്ക് എന്താണ്? പ്ലസ് ആണ്. -80 പ്ലസ് 20 എന്ന് വരും. സോ -10 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്? നമ്മുടെ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വന്നത്? സോ ഇങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പിന് -10 കിലോന്യൂട്ടൺ എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഇനി ഇത് നോക്കൂ. ഈ ഭാഗം നോക്കൂ. ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഭാഗം അവിടേക്ക് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഒരു 10 കിലോന്യൂട്ടൺ മാത്രമേ ഉള്ളൂ അല്ലെ? ഈ ഒരു ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് -10 ആയിട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന എല്ലാം എടുത്ത് വരച്ചു. സോ ഇത് ഓരോന്നും നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം, ഒരു സിംഗിൾ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡുകളും കാണിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം. നമ്മൾ ബീമിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മറ്റേ റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ. അപ്പൊ ഇതിനെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയാം. ഓരോ ക്രോസ് സെക്ഷനിലും ആക്ട് ചെയ്യുന്ന ലോഡുകളെ നമ്മൾ ഇവിടെ കാണിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പൊ ഒന്നാമത്തെ ഫിഗറിന്റെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ഫിഗറിന്റെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കുക, മൂന്നാമത്തെ ഫിഗറിന്റെ ഡെൽറ്റ എൽ. എങ്ങനെ ഡെൽറ്റ എൽ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു PL ഡിവൈഡഡ് ബൈ AE ചെയ്താൽ മതി അല്ലെ? പി നമുക്കറിയാലോ, പി ആണ് നമ്മൾ ഇതെവിടെ കണ്ടുപിടിച്ച് വെക്കുന്നത്. ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് പി. ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 600. പിന്നെ ഏരിയ നമുക്കറിയാം, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. പിന്നെ വേണ്ട, ചെയ്യേണ്ട തന്നിട്ടുണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ 1000 സ്ക്വയർ mm. അപ്പൊ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ലെങ്ത് നമുക്കറിയാം 600. ഈ നമുക്ക് തന്നിട്ടുണ്ട് 100 kN/mm². ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഏരിയ അറിയാം, ലെങ്ത് അറിയാം. ഒന്നാമത്തെ ഡെൽറ്റ L1 കണ്ടുപിടിച്ചു. 50 × 600. P 50 ആണ്. ലെങ്ത് അറിയാം, ഏരിയ അറിയാം, അതുപോലെ നമ്മുടെ എന്തത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ ഡെൽറ്റ L1 കണ്ടുപിടിച്ചു. ഇനി ഡെൽറ്റ L2 ആകുമ്പോൾ P2യുടെ വാല്യൂ -30 ആണ് അല്ലെ? അതുപോലെ തന്നെ എടുക്കണം. Pയുടെ വാല്യൂ -30 ആണ്, മൈനസ് ചിഹ്നം അതുപോലെ തന്നെ എടുക്കണം. അതുപോലെ ഡെൽറ്റ L3 കാണുമ്പോൾ P3യും -10 ആണ്. നമ്മുടെ തൊട്ട് മുകളിലത്തെ ഫിഗറിൽ നോക്കൂ കേട്ടോ. ഇവിടെ P 50, രണ്ടാമത്തെ ഫിഗറിലെ P -30, മൂന്നാമത്തെ ഫിഗറിന്റെ P -10. അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് അവസാനം കിട്ടുന്ന വാല്യൂ എത്രയാ? -0.12 mm. അതായത് നെറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് 0.12 mm ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് 0.12 mm. കാരണം എന്താ? അത് കോൺട്രാക്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താ? മൈനസ് വാല്യൂ ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ്
അതിന്റെ ഫുൾ എഫക്ട് കാരണം, ആ ലോഡുകളുടെ ഫുൾ എഫക്ട് കാരണം ആ കംപ്ലീറ്റ് ഫിഗർ എന്ന് പറയുന്നത് കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൈനസ് വാല്യൂ കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് കോമ്പോസിറ്റ് സെക്ഷൻസ് ഓർ കോമ്പൗണ്ട് ബാർസ്. പുതിയൊരു ടോപ്പിക് ആണ് കോമ്പോസിറ്റ് സെക്ഷൻസ് ഓർ കോമ്പൗണ്ട് ബാർ. അതായത് സെയിം ആയിട്ടുള്ള മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ഒന്നോ രണ്ടോ അതിലധികമോ മെറ്റീരിയൽസിനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ ഒരുമിച്ച് പിടിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ബാർ എന്ന് പറയുന്നത്. എ കോമ്പൗണ്ട് ബാർ മെയ്ഡ് ഓഫ് 2 or more members of same or different materials is held together. ചിലപ്പോൾ സെയിം മെറ്റീരിയൽ ആവാം, ചിലപ്പോൾ ഡിഫറെന്റ് മെറ്റീരിയൽ ആകാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ ഫിഗറിനകത്ത് നോക്കൂ, ഇത് ഒരു ട്യൂബ് 1 ട്യൂബ് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അതുകൊണ്ടാണ് ക്രോസ് സെക്ഷൻ ഇവിടെ എടുത്ത് വരച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ ട്യൂബ് എന്ന് പറയുന്നത് പുറമേയുള്ള ഭാഗം. ഈ പുറമേയുള്ള ഭാഗം ഉള്ളിലുള്ള ക്യൂബിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ പറയാം, ഇത് രണ്ട് മെറ്റീരിയൽ ആണ് ശരിക്കും ഇവിടെ ഉള്ളത്. ചിലപ്പോൾ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. അപ്പൊ രണ്ട് രീതിയിൽ ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കോമ്പൗണ്ട് ബാർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ലെങ്ത് എല്ലാം സെയിം ആണ്, ഒരേ ലെങ്ത്തിലാണ് ഇതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. രണ്ട് ഭാഗവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ട് എൻഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് L ആണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ആക്സിയൽ പുള്ള്, കംപ്രസീവ് പുള്ളല്ല, ആക്സിയൽ പുഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്രസീവ് ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, P എന്ന് പറയുന്ന. ഓക്കെ, ലെറ്റ് P be the axial compressive load on the compound bar. ഒരു P എന്ന ലോഡ് നമ്മൾ കംപ്രഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. A1 and A2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും അതുപോലെ രണ്ടാമത്തേതിന്റെ ഒരു റോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ട്യൂബും രണ്ടാമത്തേത് ഒരു റോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് A2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, F1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്യൂബിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. നമ്മൾ ലോഡ് കൊടുക്കുന്നുണ്ടല്ലോ, ലോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാവില്ലേ? അപ്പൊ F1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്യൂബിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് ആണ്. F2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോഡിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് ആണ്. F1 F2 ക്ലിയർ. ഇനി E1 ആൻഡ് E2 എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്യൂബിന്റെ യങ്സ് മോഡുലസ് ആണ്. E2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോഡിന്റെ യങ്സ് മോഡുലസ് ആണ്. അപ്പൊ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. A1 A2, F1 F2, E1 E2. അതുപോലെ അതിന്റെ ലെങ്ത് സെയിം ആണ് L, അതുപോലെ ലോഡും സെയിം ആണ് P. ഇത്രയാണ് ഈ ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കൊരു കാര്യം എഴുതാം. എന്തെന്ന് എഴുതാം? ഹിയർ total load should be borne by 1 and 2. നമുക്ക് ടോട്ടൽ ലോഡ് P ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ട്യൂബിലേക്കും രണ്ടാമത്തെ ട്യൂബിലേക്കും നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ടോട്ടൽ P is equal to P1 plus P2. ഓക്കെ, ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതേ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യേണ്ടി വരിക, ഇതേ ഓർഡറിലായിരിക്കും ഫോളോ ചെയ്യേണ്ടി വരിക. സോ ടോട്ടൽ P, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ P നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. P is equal to P1 plus P2. ഓക്കെ, ഇനി P എന്താണ് ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്? നമുക്ക് എന്ത് പറയാം? സ്ട്രെസ് is equal to P by A അല്ലെ. അപ്പൊ P എന്തായി? സ്ട്രെസ് ഇൻറ്റു ഏരിയ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ലോഡ് P is equal to സ്ട്രെസ് ഇൻറ്റു ഏരിയ. എങ്ങനെയാ വന്നത് നമുക്കറിയാം. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F is equal to ലോഡ് ബൈ ഏരിയ, P by A ആണെന്ന് നമുക്കറിയാം. നമുക്ക് അപ്പൊ P is equal to F into A എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. അപ്പൊ ഞാൻ ഈ P1നെ F1 A1, P2നെ F2 A2 എന്ന് എഴുതി. ക്ലിയർ ആയോ? P1നെ F1 A1, P2നെ F2 A2 എന്ന് നമ്മൾ എഴുതി. ഇനി നോക്കൂ, സിൻസ്
the ends are held in together. നമ്മൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഫിഗർ എങ്ങനെയായിരുന്നു? ഈ രണ്ട് ഭാഗത്തും ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഇവിടെ പി കൊടുത്തു, ഇവിടെയും പി കൊടുത്തു. ഇതാണ് ലെങ്ത്. ഓക്കെ, അത് കാരണം നമുക്ക് പറയാം ഈ സ്ട്രെയിൻ ഇൻ 1 ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ 2. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം നമ്മൾ പി ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് എഴുതി അല്ലെ. P1 പ്ലസ് P2 എന്ന് എഴുതി. ഇത് P ആണ്. P ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് എഴുതി. ഇതാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട സ്റ്റെപ്പ്. എന്നിട്ട് P നെ നമ്മൾ എന്ത് ചെയ്തു? F1 A1 പ്ലസ് F2 A2 എന്ന് എഴുതി. F1 A1 പ്ലസ് F2 A2 എന്ന് എഴുതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇതിന് നമ്മൾ ഒരുമിച്ചാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാം ചേഞ്ച് ഒന്നാമത്തെ ഫിഗറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഫിഗറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ 1 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ 2. അത്രയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അറിയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. അപ്പൊ ഡെൽറ്റ L1 ആണെങ്കിലോ, ഡെൽറ്റ L1 ആണെങ്കിൽ എന്ത് എഴുതാം? E1 L1. അതുപോലെ ഡെൽറ്റ L2 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം? E2 L2. ഓക്കെ, E2 L2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാ വന്നെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി E1 L1 is equal to E2 L2. ഓക്കെ, ഇനി നോക്കൂ, L1 ഉം L2 ഉം നമുക്ക് ഈക്വൽ ആണ് അല്ലെ. L1 ഉം L2 ഉം നമുക്ക് ഈക്വൽ ആണ്. L1 is equal to നമ്മുടെ ചിത്രം അങ്ങനെയല്ലേ, L2 is equal to L, ലെങ്തിന് ഈക്വൽ ആണ്. സോ ഈ L1 ഉം ഈ L1 ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്തെന്ന് വന്നു? E1 is equal to E2 എന്ന് വന്നു. E1 is equal to E2. ഇനി നോക്കൂ, നമുക്കറിയാം യങ്സ് മോഡുലസ് E is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെയിൻ is equal to സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ E1 എന്ത് വരും? F1 by E1 ആണല്ലോ. E2 എന്ത് വരും? F2 by E2. ക്ലിയർ ആണോ? E2 is F2 by E2 എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഈ റിലേഷൻ എഴുതിയത്. F1 by E1 is equal to F2 by E2. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് F1 കണ്ടുപിടിക്കാം. F1 is equal to F2 into E1 by E2. ഇതിൽ നിന്ന് ഈ F1 കണ്ടുപിടിക്കാം, അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് F1 കണ്ടുപിടിച്ചു. എന്ത്? F2 into E1 by E2. അതായത് ഈ E1 E2ന് ഞാൻ ഒരു ടേം കൊടുക്കുകയാണ് M, which is known as modular ratio. Young's modulus of 1 is divided by Young's modulus of 2 is known as modular ratio M. മറന്നു പോകരുത്. ഓക്കെ, അപ്പോ നമുക്ക് എന്തെന്ന് എഴുതാം? F1 is equal to, ഇത് F1 ആണ്, F1 is equal to M into F2. M is the modular ratio of 1 to 2. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. എന്തായിരുന്നു നേരത്തെ ഇക്വേഷൻ? P1 is equal to P is equal to P1 plus P2 ൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്?
F1 A1 പ്ലസ് F2 A2 ഇല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ ആർക്ക് കിട്ടിയില്ലായിരുന്നോ? നോക്കാം. ഓക്കെ, ഈ ഒരു റിലേഷൻ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, F1 A1 പ്ലസ് F2 A2. ഇവിടെ നമുക്ക് രണ്ടാമത്തെ റിലേഷൻ ആയിട്ട് F1 ഇസ് ഈക്വൽ ടു F2 ഇൻറ്റു E1 ബൈ E2. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ. കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെപ്പുകൾ. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും ആണ് ഇന്ന് ക്ലാസ്സിൽ എടുക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, പിന്നെ കോമ്പൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാറിംഗ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് പഠിച്ചത്. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.